പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 32-ാമത്തെ തിരുലിഖിതമാണ്. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ കുടുംബങ്ങളിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതലും സൗഖ്യവും സംഭവിച്ചതായി ദൈവമക്കൾ സാക്ഷ്യങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സമ്മേളിച്ചിരിക്കുന്ന മുറിയിൽ, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുക്രിസ്തുവിന്റെ അത്യത്ഭുതകരമായ സാന്നിധ്യം വ്യാപരിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. യേശുക്രിസ്തു നമുക്കായി വാഗ്ദത്തം തന്നിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും സമൂഹങ്ങളുടെ മേലും വർഷിക്കണമേ. പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ശ്രവിക്കാൻ, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ, പിതാവേ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഓ ദൈവമേ, ശരീരത്തിൽ രോഗപീഠകൾ ചുമന്ന് നടന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും രോഗപീഠകളുടെ മേൽ അങ്ങയുടെ നാമത്തിന്റെ അത്യത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിധം അവിശ്വാസത്തിന്റെയും ഭക്തിരാഹിത്യത്തിന്റെയും വിശ്വാസക്കുറവിന്റെയും അരൂപികൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് കാലങ്ങളായി തലമുറകളായി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ആത്മീയ കാര്യങ്ങളിൽ നിന്ന് അകന്നുപോയി വിശുദ്ധ കൂദാശകൾ ഉപേക്ഷിച്ച് നടക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് എതിർപ്പിന്റെയും മല്ലടിക്കുന്നതിന്റെയും മരവിപ്പിന്റെയും ആത്മീയ മന്ദതയുടെയും അരൂപികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുനാഥൻ തൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് പ്രബോധനം കൊടുത്തുകൊണ്ടിരുന്ന മണിക്കൂറുകളിൽ യേശുനാഥൻ ദൈവമക്കൾക്ക് കൊടുത്തിട്ടുള്ള പ്രത്യേകമായ ഒരു നിർദ്ദേശമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അത്തിമരത്തിൽ നിന്ന് പാഠം പഠിക്കുവിൻ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തിയെക്കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിവുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് മുമ്പ് നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ ഈ ലോകത്തിൽ വിളയാടാൻ തുടങ്ങും. എന്നിട്ട് ശ്രീകായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. തെസലോനിക്കക്കാരുടെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനനിരതമാകുന്ന ഒരു ശക്തിയാണ് അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി. 2 തെസലോനി 2:7 അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൽ പല ലക്ഷണങ്ങൾ കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
ദൈവവചന പ്രഘോഷണം നിരോധിക്കപ്പെടും. ദൈവവചന പ്രഘോഷണത്തോട് ദൈവജനത്തിനും ദൈവത്തിന്റെ സഭയിലുള്ളവർക്കും ദൈവത്തിന്റെ സഭയ്ക്ക് പുറത്തുള്ളവർക്കും ഭരണാധികാരികൾക്കും രാജ്യങ്ങൾക്കും ജനതകൾക്കും ഗോത്രങ്ങൾക്കും വലിയ ശത്രുത തോന്നും. ഇന്നൊരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അനേകരുടെ ഹൃദയങ്ങളിൽ എതിർപ്പും വിമത സ്വഭാവവും ശത്രുതയും കഠിനമായ വൈരാഗ്യവും ദൈവവചനത്തോടും ദൈവവചന ശുശ്രൂഷകരോടും തോന്നുന്നുണ്ടാകാം. ഈ കാലഘട്ടത്തിൽ നിരവധി വ്യക്തികൾ അവരുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ചിന്താഗതികളെ കുറിച്ച് പങ്കുവെച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരോടും ദൈവവചന ശുശ്രൂഷകരോടും കഠിനമായ തരത്തിലുള്ള വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു അരൂപിയാണ് ദൈവവചനത്തെ എതിർക്കുന്ന അരൂപി, ദൈവവചനത്തോട് മല്ലടിക്കുന്ന അരൂപി, ദൈവവചന ശുശ്രൂഷകൾ വേണ്ട എന്ന് ശാഠ്യമുള്ള അരൂപി. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ ഒരുപാട് നന്മകള് കർത്താവ് വാരി വിതറി. ശരിക്കും കേരളത്തിലെ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി കർത്താവ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ അഭിഷേകം ചെയ്ത് ഉയർത്തി. ആയിരക്കണക്കിന് ശുശ്രൂഷകരെ അവിടെ നിന്ന് ഉയർത്തി. അനേകം വൈദികർ അഭിഷേകത്തോടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ശുശ്രൂഷകൾക്കായി പോയി. എന്നാൽ ഈ അടുത്ത കാലത്ത് ചില പത്രമാധ്യമങ്ങളിലൂടെയും ചില ഏജൻസികളിലൂടെയും ഗവൺമെന്റും അല്ലാത്തവരും എല്ലാം കൂടെ ആ ധ്യാന കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച രംഗങ്ങളും സംഭവങ്ങളും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഞാൻ ആ കാലഘട്ടത്തിൽ വളരെ ഉത്കണ്ഠയോടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിനെതിരെ ഇതുപോലെ ആക്രോശിക്കുന്നത്? എന്തെല്ലാം കിംവദന്തികളാണ് അതിനെതിരെ പറഞ്ഞ് പ്രചരിപ്പിച്ചത്? എന്തെല്ലാം ഊഹാപോഹങ്ങളാണ് ആ അച്ഛന്മാർക്കെതിരെ ലോകം മുഴുവൻ പലരും മനഃപൂർവ്വം പറഞ്ഞു പരത്തിയത്? ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഇങ്ങനെയെല്ലാം ഈ ധ്യാന കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ ഈ ജനം എന്ത് തെറ്റാണ് ചെയ്തത്? വല്ല ഭീകര പ്രവർത്തകരെയും അവിടെ ഒളിപ്പിച്ചു വെച്ചോ? വല്ല ഗുണ്ടായുസവും അവിടെ വളർത്തിയോ? ഈ രാജ്യത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ നിർദ്ദേശം കൊടുത്തുവോ? പ്രബോധനം കൊടുത്തുവോ? ഈ രാജ്യത്തിന്റെ ഏത് ഏജൻസികളോടും വളരെ മാന്യമായി സഹകരിക്കുന്ന ഒരു രീതിയല്ലേ കേരള സഭയ്ക്ക് ഉണ്ടായിരുന്നത്? രാജ്യത്തിന്റെ ഏത് ഏജൻസികൾ വന്നാലും അവരോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു സംസ്കാരമാണ് കേരള സഭ എന്നും ഗവൺമെന്റിനോട് വെച്ച് പുലർത്തിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ ആലയത്തെ ഇതുപോലെ ആക്രമിക്കുകയും ഇതിനെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്? അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാനും അത് കാര്യമായി പ്രചരിപ്പിക്കാനും ഒരു മാധ്യമങ്ങൾ രംഗത്തില്ലായിരുന്നു താനും. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ദൈവവചന ശുശ്രൂഷകളും ആത്മീയ ശുശ്രൂഷകളും കേരളത്തിനും ലോകത്തിനും സംഭാവന ചെയ്ത ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ആക്രമിക്കുമ്പോൾ സാത്താന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. അരാജകത്വത്തിന് അജ്ഞാത ശക്തിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. നായിക്കമ്പറമ്പച്ചനെയോ പനക്കലച്ചനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛനെയോ അങ്ങനെയുള്ള മുൻനിര അപ്പോസ്തലന്മാരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് സാത്താൻ അറിയാമായിരുന്നു. എന്നാൽ ഒരു കാര്യം സാത്താന് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഉണർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ത്യയുടെയും കേരളത്തിന്റെ വിവിധ ദേശങ്ങളിലും വിവിധ രൂപതകളിലും ഉണർന്നു വന്നുകൊണ്ടിരിക്കുന്ന അനേകം വചന പ്രഘോഷകരായ വൈദികരെയും വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന സിസ്റ്റേഴ്സിനെയും അൽമായ ശുശ്രൂഷകരെയും തടസ്സപ്പെടുത്തണമെന്ന് അവൻ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. അതിന്റെ പരിണതഫലമായി തുടർന്നുള്ള മാസങ്ങളിലും കാലങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. നിരവധി കൊച്ചച്ഛന്മാരും നിരവധി വൈദികരും ആത്മീയ ശുശ്രൂഷയിലേക്കും ദൈവവചന പ്രഘോഷങ്ങളിലേക്കും വരണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവരിൽ അനേകം പേർ പിന്മാറ്റത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാരണം വൈദികരും സിസ്റ്റേഴ്സും അൽമായ ശുശ്രൂഷകരും ദൈവവചനം പഠിച്ച് ദൈവവചനം പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ സാത്താന്റെ സാമ്രാജ്യം തകരുമെന്ന് സാത്താന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഉണർന്നു വരുന്ന വചന പ്രഘോഷകരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അവന്റെ ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ വൈദികരും സിസ്റ്റേഴ്സും അൽമായ ശുശ്രൂഷകരും പിന്മാറ്റത്തിലേക്ക് പോയാൽ ആർക്കാ നഷ്ടം?
ഒരച്ഛൻ, ഉണർന്നു വരുന്നൊരച്ഛൻ, അച്ഛൻ ചിന്തിക്കുകയാണ്, ഞാനായിട്ട് എന്തിനു പോകണം? ആ പനക്കലച്ഛൻ ഇങ്ങനെ ആത്മാർത്ഥമായി രാവ് പകലില്ലാതെ ദൈവജനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. എന്നിട്ട് അച്ഛൻ്റെ കഷ്ടകാലത്ത്, ആ ബുദ്ധിമുട്ടിന് നേരത്ത് ആരാ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? അതുപോലെ ഞാനിങ്ങനെ ചത്ത് പണിയെടുത്താലും നാളെ എനിക്ക് ഇതല്ല വരാൻ പോണത്. അതുകൊണ്ട് ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞാൻ എൻ്റെ കുർബാന അർപ്പിച്ച് അത്യാവശ്യ കാര്യങ്ങളും ചെയ്ത് ഞാൻ എൻ്റെ ഇടവേല കാര്യം നോക്കി ഇവിടെ ഇരുന്നോളാം എന്ന് ചിന്തിച്ച് ഒരുപാട് പേര് പിന്മാറ്റത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൻ്റെ നഷ്ടമാർക്കാ? ആ അച്ഛന് വല്ല നഷ്ടം വരുമോ? പിന്മാറ്റത്തിലേക്ക് പോയവർക്ക് വല്ല നഷ്ടമുണ്ടോ? അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിലും ലോകത്തിൽ അവർക്കല്ല നഷ്ടം, ദൈവത്തിൻ്റെ സഭയ്ക്ക് നഷ്ടം, ദൈവത്തിൻ്റെ ജനത്തിന് നഷ്ടം. നമ്മുടെ ഇടവകയിൽ നല്ലൊരു ധ്യാനം നടത്താൻ, നമ്മുടെ ദേശങ്ങളിൽ നല്ല വചന പ്രഘോഷങ്ങൾ നടക്കണമെങ്കിൽ നല്ല വചന പ്രഘോഷകരുണ്ടാകണം, നല്ല വചന അഭിഷേകമുള്ളവരുണ്ടാകണം. അങ്ങനെ വചനാഭിഷേകർ ഉള്ളവർ വന്നാൽ ദേശത്ത് സാത്താന്റെ തല തകരും, കുടുംബങ്ങളിൽ സാത്താന്റെ തല തകരും. ഇത് സാത്താൻ അറിയാവുന്നത് കൊണ്ട് അനേകം വചന പ്രഘോഷകരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ അവന്റെ കുതന്ത്രങ്ങളാൽ ഇന്ന് സഭയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിത് തിരിച്ചറിയണം. കാരണം ദൈവവചനം പ്രസംഗിക്കുന്നിടത്താണ് സഭ വളരുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവവചനത്തെക്കുറിച്ച് ഡിഗ്രിയിൽ ഇപ്രകാരമാണ് പറയുന്നത്: വചനം പ്രഘോഷിക്കുമ്പോൾ 5 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 1, വിശ്വാസം ജനിക്കുന്നു. 2, വിശ്വാസം വളരുന്നു. 3, വിശ്വാസം ദൃഢത പ്രാപിക്കുന്നു. 4, സഭ ശക്തി പ്രാപിക്കുന്നു. 5, ഐക്യം ഉണ്ടാകുന്നു. 6, സഭയിൽ കൂദാശ ജീവിതം ശക്തിപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം പ്രഘോഷിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. വിശ്വാസം ജനിക്കണമെങ്കിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടണം. വിശ്വാസം വളരണമെങ്കിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടണം. സഭ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടണം. കൂദാശ ജീവിതം ത്വരിതപ്പെടണമെങ്കിൽ, ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടണം. ദൈവവചന പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോകത്തിലുള്ള ദൈവമക്കളുടെ രക്ഷാസംബന്ധമായ കാര്യത്തിൽ. ലോകത്തിൽ ദൈവജനത്തിന് ആത്മരക്ഷ സംഭവിക്കാൻ വചനപ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. അച്ഛൻ UK ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ ഇതാ അവിടെ ഒരു പള്ളി കമ്മിറ്റി കൂടിയിരിക്കുകയാണ്. പള്ളി കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് കൂടിയിരിക്കണമെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള അച്ഛൻ പറഞ്ഞു, ഈ പള്ളി പൊളിച്ച് ഒരു വലിയ പള്ളി പണിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് ആ ഇടവകയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ഇടവക കുറേ കാലങ്ങളായി ആളുകളുടെ എണ്ണം കുറഞ്ഞ് ഈ അച്ഛന് തൊട്ട് മുമ്പുണ്ടായിരുന്ന, ഇപ്പോഴത്തെ വികാരിച്ചന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വികാരിച്ചൻ്റെ കാലത്ത് എണ്ണം കുറഞ്ഞ് 10 പേര് 8 പേരൊക്കെ ആയപ്പോൾ മെയിൻ ഓൾട്ടറിൽ നിന്ന് കുർബാന സങ്കീർത്തിയിലെ ഓൾട്ടറിലേക്ക്, സൈഡ് ഓൾട്ടറിലേക്ക് മാറ്റി. പ്രധാന ഓൾട്ടറിൽ കുർബാന ഇല്ലാതായി, പള്ളി അടച്ച് സങ്കീർത്തിയിലായി കുർബാന. അപ്പോൾ വീണ്ടും ആളുകളുടെ എണ്ണം കുറഞ്ഞ് 8, 7 ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോഴാണ് ആ അച്ഛൻ അവിടുന്ന് തലമാറ്റം കിട്ടി. പുതിയ ഒരു കൊച്ചച്ഛൻ ആ പള്ളിയിൽ വികാരിയായി വന്നു. ഈ കൊച്ചച്ഛനാകട്ടെ വ്യക്തമായി വചനം പോലെ പ്രസംഗിക്കുന്ന അച്ഛനാണ്. വചനം ഒന്നും വളച്ച് ഓടിക്കുകയില്ല. UK അനേകം പള്ളികളിൽ പല വല്യച്ഛന്മാരും പറഞ്ഞിട്ട് ചില ഭാഗങ്ങൾ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു, അങ്ങനെയുള്ള പല മേഖലകളെ കാര്യമായി സ്പർശിക്കാതെയുള്ള വചന ശുശ്രൂഷകളെ ആണ് അവിടെ പല വല്യച്ഛന്മാരും പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കർശനമായി ആളുകളുടെ മനസ്സിൽ തട്ടുന്ന വിധമുള്ള ശക്തമായ വചന പ്രഘോഷണം അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇംഗ്ലീഷ് അച്ഛൻ ഇങ്ങനെ ശക്തമായി വചനപ്രസംഗം ആരംഭിച്ചത്. അബോർഷൻ തെറ്റാണ്, ഭ്രൂണഹത്യ തെറ്റാണ്, അവിഹിത ബന്ധങ്ങൾ തെറ്റാണ്. ദൈവവചന പ്രകാരം എന്തൊക്കെ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം വ്യക്തമായി മയമില്ലാതെ ഈ കൊച്ചച്ഛൻ ശക്തമായി അവിടെ വന്ന് ഇംഗ്ലീഷുകാരോട് പ്രസംഗിച്ച്. അപ്പോൾ പങ്കെടുത്തിരുന്ന ആ ചുരുക്കം കമ്മ്യൂണിറ്റി അഭിഷേകം പ്രാപിച്ച് വിശ്വാസം ജനിച്ച് അവർ പോയി അവരുടെ വീട്ടുകാരോടും ബന്ധുക്കാരോടും പറഞ്ഞു, ദേ ഒരു അച്ഛൻ വചനം പ്രസംഗിക്കുന്നുണ്ട്, നല്ല അനുഭവമാണ്, വരിക. അങ്ങനെ അവരുടെ ബന്ധുക്കളും വീട്ടുകാരും വന്ന് അങ്ങനെ സങ്കീർത്തി മുഴുവൻ നിറഞ്ഞ് ആളുകളായി. അവർ പോയി ബാക്കിയുള്ളവരെ അറിയിച്ച് അങ്ങനെ സങ്കീർത്തിയിൽ നിന്ന് കുർബാന മെയിൻ ഓൾട്ടറിലേക്ക്, ഇടവക പള്ളിയുടെ പ്രധാന ആൾക്കാരിലേക്ക് മാറ്റി. അപ്പോൾ പങ്കെടുത്തവർ പോയി പറഞ്ഞ് ബാക്കിയുള്ള ഇംഗ്ലീഷുകാരെയും കൊണ്ടുവന്ന് ഞാൻ ചെല്ലുമ്പോൾ ആ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.
ഇപ്പോൾ അവർ കമ്മിറ്റി കൂടി ആ പള്ളി ഒന്ന് വലുതാക്കി പണിയാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. UK-യിൽ അനേകം പള്ളികളിൽ ആ പള്ളിയിൽ അറ്റൻഡൻസ് ഇല്ലാതെ, സൺഡേ മാസിന് ആളുകളില്ലാതെ പള്ളികൾ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു പള്ളി പൊളിച്ച് വലുത് പണിയാൻ വേണ്ടി ഉദ്യമിക്കുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ വ്യക്തമായി വചനം പ്രസംഗിച്ച്. വചനപ്രസംഗം എന്ന് പറയുന്നത് വിശ്വാസം ജനിക്കാൻ അത്യന്താപേക്ഷിതമാണ്. വിശ്വാസം വളരാൻ അത്യന്താപേക്ഷിതമാണ്. സാത്താന്റെ തലയെ തകർക്കാൻ, സാത്താന്റെ സാമ്രാജ്യം തകർത്ത് സഭ ശക്തിപ്പെടാൻ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ചത് വചനപ്രസംഗത്തിന്റെ ദൗത്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ലോകമെങ്ങും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ പോയി ലോകമെങ്ങും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:20. അവർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. വചനം പ്രസംഗിച്ച അപ്പോസ്തലന്മാരെ കർത്താവിന് ഭയങ്കര ഇഷ്ടമായി. ആ അപ്പോസ്തലന്മാരുടെ കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നു എന്ന് ആ മർക്കോസിന്റെ സുവിശേഷം 16:20 നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിച്ചു നോക്കുക. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ചെയ്ത ഏറ്റവും പ്രധാന ദൗത്യം എന്താണ്? ദൈവരാജ്യ പ്രസംഗം, സുവിശേഷ പ്രസംഗമാണ് യേശു ക്രിസ്തു ചെയ്തത്. യേശു ക്രിസ്തു ഭൂമി ചെയ്ത പ്രധാന ജോലി സുവിശേഷ പ്രസംഗമാണ്. അപ്പോസ്തലന്മാർ ചെയ്ത പ്രധാന ജോലി എന്താണ്? അപ്പോസ്തലന്മാർ ചെയ്ത പ്രധാന ജോലിയും സുവിശേഷ പ്രസംഗം തന്നെ. അപ്പോസ്തല പ്രവർത്തനം അതിൽ 6-ാം അധ്യായം 4-ാം തിരുലിഖിതം, ഞങ്ങൾ പ്രാർത്ഥനയിലും സുവിശേഷ പ്രസംഗത്തിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി മാറി നിന്നു എന്നാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവർക്ക് സ്വീകാര്യമായി മറ്റു പലതും വന്നു. സാധുജന സേവനം, അതുമല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ചാരിറ്റി വർക്കുകൾ, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വിധവകളെ അനാഥരെ സംരക്ഷിക്കുക. എന്നാൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മ ജ്ഞാനത്താൽ നിറഞ്ഞു പറഞ്ഞു, നോ 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 നോ, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷ ഉപേക്ഷിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അപ്പോസ്തലന്മാർ അവരുടെ ജീവിതം മുഴുവൻ വചന പ്രസംഗത്തിന് വേണ്ടി മാറ്റിവെച്ചു. യേശു ഈ ലോകത്തിൽ തന്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ച് എന്തിനു വേണ്ടിയാ? വചന പ്രസംഗത്തിന് വേണ്ടി പരിശീലിപ്പിച്ചു. വചനം പ്രസംഗിക്കാനാണ് യേശു തന്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സഭയ്ക്ക് നൽകിയ ദൗത്യം എന്താ? സഭയ്ക്ക് നൽകിയ ഏക ദൗത്യം വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അനേക ദൗത്യങ്ങളിൽ ഒരെണ്ണമല്ല വചനപ്രസംഗം എന്നുള്ളത്. ദൈവമായ കർത്താവ് യേശു ക്രിസ്തു സഭയെ ഏൽപ്പിച്ച, അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ഏക ദൗത്യമാണ് വചനം പ്രസംഗിക്കുക എന്നുള്ളത്. കാരണം ഈ വചന പ്രസംഗത്തിലൂടെയാണ് വിശ്വാസം ജനിക്കുന്നതും ആത്മാക്കൾ നിത്യരാജ്യത്തിൽ അടുക്കുന്നതുമെന്ന് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, ഇത് തന്നെ പറഞ്ഞു, ഇത് തന്നെ പരിശീലിപ്പിച്ചു, ഇത് തന്നെ ദൗത്യവും കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി പ്രവർത്തിക്കുമ്പോൾ ആദ്യമേ അത് തടസ്സപ്പെടുത്തുന്നത് വചനപ്രസംഗത്തെ ആയിരിക്കും. ഇന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ എത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്നാൽ എതിർപ്പ് കൂടുതൽ വചനപ്രസംഗത്തോടല്ലേ? ഒരുപാട് ചെറുപ്പക്കാരുടെ ചില പ്രദേശങ്ങളിൽ, അത് ചില സെമിനാരികളാണെങ്കിൽ പോലും, ചില ചെറുപ്പക്കാരുടെ മീറ്റിങ്ങുകളാണെങ്കിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട്, അവർ ചാനലുകൾ മാറ്റുമ്പോൾ ഡിവൈൻ ചാനലിലെയോ അല്ലെങ്കിൽ ഷാലോം ചാനലിലെയോ വചന പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ലോകത്തിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരുടെ വചന ശുശ്രൂഷകളോ കണ്ടാൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പുച്ഛത്തോടും പരിഹാസത്തോടും കൂടെ ആ ചാനൽ മാറ്റി വേറെ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് പാട്ട് വരുന്ന, ഞരമ്പളക്കം പിടിച്ച പാട്ട് പാടുന്ന ചില ചാനലുകളിലേക്ക് ചാനൽ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ എന്താ സ്ഥിതി? ദൈവവചന പ്രഘോഷണമുള്ള ചാനലുകൾ ഉണ്ടെങ്കിൽ അത് വെക്കാനാണോ, അല്ലെങ്കിൽ വേറെ ജഡത്തിന്റെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്തുന്ന മറ്റ് ചാനലുകൾ വെക്കാനാണോ നമ്മുടെ ചെറുപ്പക്കാരായ യുവജനങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും താല്പര്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ശക്തി പ്രവർത്തനം ത്വരിതപ്പെടുമ്പോൾ അത് ആദ്യമേ തടസ്സപ്പെടുത്തുന്നത് വചന പ്രസംഗത്തിന്റെ, വചന പ്രഘോഷകരെയും വചന പ്രസംഗത്തിന്റെ ശുശ്രൂഷകളെയും ആയിരിക്കും. കാരണം അതുവഴിയാണ് സാത്താൻ തകരുന്നത്. അതുകൊണ്ട് തെസ്സലോനിക്കക്കാർ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ, അവിടെ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. തെസ്സലോനിക്കക്കാർ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ, നാം എല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും മക്കളാണ്.
നാം ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. ഈശോയുടെ ആത്മാവ് നിറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ മുമ്പാകെയും അവന്റെ രാജ്യത്തിന്റെയും പ്രത്യാഗമനത്തിന്റെയും പേരിൽ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെയും ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു, വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. അപ്പോസ്തലൻ തന്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനെ വേറെ ഒന്നും ചുമതലപ്പെടുത്തുന്നില്ല, വചനം പ്രസംഗിക്കാനാണ് ചുമതലപ്പെടുത്തുന്നത്. അപ്പോസ്തലൻ പറയാണ്, നമുക്ക് ഉറങ്ങിക്കഴിയാതെ ഉണർന്ന് പ്രവർത്തിക്കാമെന്ന് അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണരണം, നമ്മുടെ കുടുംബങ്ങൾ ഉണരണം. കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്തിന് അജ്ഞാത ശക്തി മനസ്സിലാക്കി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിനോട് ദാഹം ജ്വലിക്കണം. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ തീഷ്ണതയോടെ അതിനുവേണ്ടി പുറപ്പെടണം. ഭവനത്തിൽ ധാരാളം വചനങ്ങൾ വായിക്കണം. ദൈവവചന ശുശ്രൂഷകൾ പ്രോത്സാഹിപ്പിക്കണം. ഡിവൈൻ ചാനലിനെ പോലെയും ഷാലോം ചാനലിനെ പോലെയുള്ള വചന ശുശ്രൂഷ ചാനലുകളെ പ്രോത്സാഹിപ്പിക്കണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവവചന ശുശ്രൂഷകളെ അവിടുന്ന് അനേകരട്ടിയായി അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിന്നും യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും ദൈവവചനത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തിയെ തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം അയക്കുന്നു. ഓ ഉന്നതമായ നാമത്താൽ, അഗ്നിസദൃശമായ നാമത്താൽ ഈ തിന്മയുടെ അരാജകത്വ ശക്തി ദൈവവചനത്തെ എതിർക്കുകയും ദൈവവചനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അരാജകത്വ ശക്തികളെയും നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാവേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ. നമ്മുടെ കുടുംബങ്ങളെ വിപരീതമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിരാഹിത്യത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും നിരീശ്വര ചിന്തയുടെയും എതിർപ്പിൻ്റെയും മല്ലടിക്കുന്നതിൻ്റെയും എല്ലാ സ്വാധീനങ്ങളെയും അരൂപികളെയും ശക്തികളെയും ഈ നിമിഷങ്ങളിൽ ബന്ധിച്ചു കെട്ടി പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തി കുടുംബപരമായ എല്ലാ അവസ്ഥകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, കരങ്ങൾ ഉയർത്തുക, വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കുക. കുടുംബങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ ദൈവശക്തി പ്രവഹിക്കട്ടെ. കർത്താവേ, സന്ധ്യാ പ്രാർത്ഥന പുലരാൻ, ദൈവത്തെ ആരാധിക്കാൻ, വിശുദ്ധ കൂദാശയിൽ പങ്കുചേരാൻ തടസ്സമുണ്ടാക്കുന്ന ദൈവവചന ശുശ്രൂഷകളോട് എതിർപ്പ് തോന്നിക്കുന്ന, ആത്മീയ കാര്യങ്ങളോട് എതിർപ്പ് തോന്നിക്കുന്ന, അകൽച്ച തോന്നിക്കുന്ന എല്ലാ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ആരാധിക്കുന്നു ദൈവമേ. ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ. Hallelujah.
എൻ്റെ പേര് രഘു ജോർജ്. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പലവിധ മരുന്നുകളും കഴിച്ചു. ഒരു 20 ഗുളിക വാങ്ങിച്ചിട്ട് അതിൽ എനിക്കൊരു 12 ഗുളിക കഴിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അതോടുകൂടി ഞാൻ മരുന്ന് കഴിച്ച് നിർത്തി. അതിനുശേഷം ധ്യാനത്തിന് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ധ്യാനത്തിന് സംബന്ധിക്കാൻ തന്നെ സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വയറിന് ഭയങ്കര പ്രശ്നം, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ആദ്യത്തെ 2 ദിവസം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നില്ല. അതുകൂടാതെ എനിക്ക് ഇറച്ചി കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ കക്കൂസിൽ നിന്ന് എപ്പോഴെപ്പോഴും കക്കൂസിൽ പോകണം തോന്നും. എന്നാൽ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും തന്നെ ഇറച്ചി കഴിച്ചിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. വയറിനും നല്ല കുഴപ്പമൊന്നുമില്ല. അതുപോലെ എനിക്കിപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. വയറ് നന്നായിട്ട് ചൊട്ടുകയും ചെയ്തു. യേശുവേ നന്ദി. എത്ര വർഷമായിട്ട് ഈ പൈൽസിന്റെ രോഗമുണ്ട്? ഒരു 5-6 വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷം. പൈൽസിന്റെ രോഗം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, അതൊരു വളരെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച രോഗത്തിന്റെ അവസ്ഥയാണത്. ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ വെച്ച് ഇപ്പൊ ഇറച്ചിയൊക്കെ അതിന് ശേഷം കൂട്ടിയോ? കൂട്ടി, എല്ലാ ദിവസവും കൂട്ടി. എല്ലാ ദിവസവും കൂട്ടി. യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ഉയർത്തി അടിച്ച് ദൈവത്തിന് മാത്രം കൊടുക്കുന്നു. ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്